ഹേയ്, പുതുതായിട്ട് വന്ന പ്ലാൻസിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോ. വലിയ പ്ലാൻസിൽ കർപ്പൂരം, പ്രിയൂർ, കാലാപ്പാടി, മൂവാണ്ടൻ, കുറ്റിയാട്ടൂർ, കോട്ടൂർകോണത്തിൻ്റെ വലിയ കവറിലുള്ള നല്ല ഹെവി സൈസിലുള്ള തൈകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പ്ലാൻസിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 850 മുതലാണ്. 850 മുതൽ 1200 റേഞ്ചിൽ വരെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഫസ്റ്റ് കാണിക്കുന്ന പ്ലാൻസ് തായ് കിങ് ഞാവലിൻ്റെ നിറയെ പൂവിട്ട് തുടങ്ങിയ തൈകളാണ്. ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന 1.5 വർഷം കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടുന്ന നിറയെ പൂവിട്ട് തുടങ്ങിയ തൈകളുണ്ട്. ഈ തൈകൾ റേറ്റ് വരുന്നത് 500 ആണ്. അതിൻ്റെ തൊട്ട് താഴ്ന്ന സൈസിലുള്ള കവർ സൈസിലുള്ള തൈകളും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ആ പ്ലാൻസുകൾ വരുന്നത് 400 രൂപയാണ്. മീഡിയം പ്ലാൻസുകളൊക്കെ നല്ല സേഫായി പാക്ക് ചെയ്ത് കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരുന്നുണ്ട്. ഈ കാണിക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന കാലാപ്പാടിയുടെ നല്ല ബുഷിയായ 500 രൂപക്ക് കൊടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ്. ഒരു 5 അടിക്ക് മുകളിൽ ഹൈറ്റുള്ള നല്ല പ്ലാൻസുകളാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത്. വലിയ പ്ലാൻസുകൾ ഡയറക്റ്റ് വന്നിട്ട് എടുക്കാവുന്നതാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നഴ്സറി വരുന്നത്. ഇത് റംബുട്ടാൻ N18ൻ്റെ 650 രൂപക്ക് കൊടുക്കുന്ന 7 അടിയൊക്കെ പൊക്കല്ല നല്ല ഹെൽത്തിയായ വലിയ കവറിൽ വന്ന തൈകളാണ്. ഒരു 1.5 വർഷം കൊണ്ടൊക്കെ ഈസി ആയിട്ട് കായ്ച്ച് കിട്ടാവുന്നത്ര സൈസുള്ള റംബുട്ടാൻ N18ൻ്റെ തൈകളാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ വരുന്ന 450 രൂപക്ക് കൊടുക്കുന്ന 6 അടിയൊക്കെ ഹൈറ്റുള്ള 10-12 കവറിൽ സൈസിൽ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഈ മീഡിയം പ്ലാന്റ്സുകളൊക്കെ ഒരു 6 അടിയൊക്കെ പൊക്കുണ്ടെങ്കിൽ നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റും. റംബുട്ടാൻ്റെ ഏറ്റവും ചെറിയ തൈകൾ നമ്മളെത്തി വരുന്നത് 250 രൂപ റേഞ്ചിൽ കൊടുക്കുന്ന റംബുട്ടാൻ N18ൻ്റെ തൈകളാണ്. ഒരു 2.5 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവും. അത്യാവശ്യം ഒരു കരുത്തുള്ള തൈകൾ തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്കിലെത്തിയുള്ളത്. ഒരു 2-2.5 വർഷം കൊണ്ടൊക്കെ ഈസി ആയിട്ട് ഈ തൈകൾ വെച്ച് നമുക്ക് കായ്ച്ച് കിട്ടും. വിയറ്റ്നാം സൂപ്പറുകളുടെ മീഡിയം പ്ലാന്റ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 350 രൂപയാണ്. ഇപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകൾ വലിയ ബേഗിലുള്ള തൈകൾ 350 ആണ്. അതിൻ്റെ ഏറ്റവും ചെറിയ തൈകൾ 140 രൂപയും അതിൻ്റെ കുറച്ച് മുകളിലുള്ള തൈകൾ 200 രൂപയാണ് റേറ്റ് വരുന്നത്. പ്ലാൻസിനായിട്ട് മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. പേരകളിലെ ബെസ്റ്റ് വെറൈറ്റികൾ ഒന്നായ തായ് 7ൻ്റെ നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. 200 രൂപ റേഞ്ചിൽ വരുന്ന തൈകളാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത്. ലെയർ ചെയ്ത് വന്ന കായൊക്കെ മുട്ടൊക്കെ ആയി തുടങ്ങിയ തൈകളാണ്. ഒരു വർഷം കൊണ്ടൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക. ജാർവി റെഡിൻ്റെ തൈകളാണ്. റെഡ് ഡയമണ്ട് 1 ഇത് ഈ വെറൈറ്റിയിലാണ് കൂടുതലായിട്ട് കായ പിടിക്കുന്ന വെറൈറ്റി. അതിൻ്റെ അത്യാവശ്യം ഒരു ഹെൽത്തി കായ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സ്റ്റോക്കിൽ. ബെയർ ആപ്പിളിൻ്റെ റെഡ് കളറിലും ഗ്രീൻ കളറിലുള്ള സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. 150 രൂപയാണ് ഗ്രീന് റേറ്റ് വരുന്നത്. 200 രൂപയാണ് റെഡിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നിറയെ ഫ്ലവറിങ് ആയിട്ടുള്ള തൈകളാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത്. ലൂബിയിൽ വലിയ പഴങ്ങൾ ഉണ്ടാകുന്ന തായ് സ്വീറ്റ് ലൂബിയുടെ വലിയ ഇലകളൊക്കെ നല്ല അടിപൊളി തൈകൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ വലിയ പഴം ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. തെങ്ങിൽ ഡീൻഡുഡിയുടെയും ഗംഗാമോണ്ടത്തിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തായ്ലാൻഡ് ഗ്രീൻ ചാമ്പയുടെ തൈകളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. 200 രൂപ റേഞ്ചിൽ കൊടുക്കുന്ന നല്ല കരുത്തുള്ള തൈകൾ എത്തിയിട്ടുണ്ട്. ജെയിൻ്റെ അബിയുവിൻ്റെ 4 അടിക്ക് മുകളിൽ പൊക്കമുള്ള അത്യാവശ്യം നല്ല കരുത്തുള്ള തൈകളും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 4 സീസൺ ലോങ്ങിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന തൈകൾ കുറച്ച് മാത്രം തൈകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം റേഞ്ചിലുള്ള തൈകളാണ് അതൊക്കെ. ബ്രസീലിയൻ മൾബറിയുടെ തൈകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നല്ല നീളത്തിൽ കായ്ക്കുന്ന നന്നായിട്ട് പ്രൂൺ ചെയ്താൽ മാത്രമാണ് ബ്രസീലിയൻ മൾബറിയൊക്കെ നിറയെ കായ്ച്ച് കിട്ടുക. വിയറ്റ്നാം മാൾട്ടയുടെ തൈകളാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്തൊരു വെറൈറ്റിയാണ്. നമ്മളെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഏക ഓറഞ്ചാണ് വിയറ്റ്നാം മാൾട്ട. അതിൻ്റെ നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. ലളിത് ഗുവാവയുടെ തൈകളാണ്. ഒരു 3-4 അടിയൊക്കെ ഹൈറ്റുള്ള പ്ലാന്റ്സുകളാണ്. ലെയർ ചെയ്ത് വന്ന നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. ഇത് പ്രിയൂരിൻ്റെയാണ്. ഒരു 7 അടിയൊക്കെ പൊക്കുണ്ടാവും. നല്ല കടവണ്ണുള്ള തൈയാണ് പ്രിയൂരിൻ്റെ ഇപ്പോൾ സ്റ്റോക്കിലെത്തി. അതിൻ്റെ തൊട്ടെടുത്തിരിക്കുന്നത് കോട്ടൂർകോണത്തിൻ്റെ വലിയ തൈകളാണ്. പ്രിയൂരൊക്കെ പച്ചയിൽ തന്നെ മധുരമുള്ളൊരു വെറൈറ്റിയാണ്. പേരക്ക മാങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല ടേസ്റ്റിയായ നാടൻ വെറൈറ്റിയാണ് പ്രിയൂർ. നന്നായിട്ട് കായ പിടിച്ച് കിട്ടുന്നതാണ്. പഴുത്ത് കഴിഞ്ഞാൽ പുഴുശല്യം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു വെറൈറ്റി കൂടിയാണ് പ്രിയൂർ. കർപ്പൂരത്തിൻ്റെ തൈകളാണ്. കർപ്പൂരത്തിൻ്റെ മണമുള്ള നല്ലൊരു നാടൻ വെറൈറ്റിയാണ് കൊല്ലം സ്പെഷ്യൽ കർപ്പൂരമാവിൻ്റെ വലിയ തൈകളും ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. മൂവാണ്ടൻ്റെ വലിയ തൈകൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തതാണ്. ഏകദേശം ഒരു 6 അടിക്ക് മുകളിൽ പൊക്കല്ല നല്ല ഹെവി ആയിട്ടുള്ള സൈസിലുള്ള പ്ലാന്റ്സ് മൂവാണ്ടൻ്റെ എത്തിയിട്ടുണ്ട്. നല്ല ഗ്രോത്തുള്ള തൈകൾ. മൂവാണ്ടൻ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത വെറൈറ്റിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം മൂവാണ്ടന് വേണ്ടിയിട്ട്. തിരുവനന്തപുരം സ്പെഷ്യൽ മാങ്ങയായ കോട്ടൂർകോണത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാലാപ്പാടിയുടെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഒരു 5 അടിക്ക് ഹൈറ്റ് ഉണ്ടാവും. ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ കുറച്ച് മാത്രം 120 രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ്. ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന മീഡിയം റേഞ്ചിലുള്ള തൈകൾ എത്തിയിട്ടുണ്ട്. ഇത് കോട്ടപ്പറമ്പിൻ്റെ തൈകളാണ്. അതുപോലെ കുറ്റിയാട്ടൂരിൻ്റെ മീഡിയം റേഞ്ചിലുള്ള തൈകളാണ് ഇപ്പോൾ സ്റ്റോക്കിലെത്തിയത്. ദൽഹേരി ചാമ്പകളിലെ ഒരു ബെസ്റ്റ് വെറൈറ്റിയാണ് ദൽഹേരി. അതിൻ്റെ ലെയർ ചെയ്ത് വന്ന 300 രൂപയ്ക്ക് കൊടുക്കുന്ന നല്ല ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. കാറ്റിമോൺ മാവിൻ്റെ തൈകളാണ്. 250 രൂപയ്ക്ക് കൊടുക്കുന്ന 3-4 അടിയൊക്കെ ഹൈറ്റുള്ള 1-2 വർഷം കൊണ്ടൊക്കെ ഈസി ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഓൾ സീസൺ വെറൈറ്റിയാണ് കാറ്റിമോൺ. അതിൻ്റെ നല്ല തൈകൾ എത്തിയിട്ടുണ്ട്.
കുറ്റ്യാട്ടൂറിൻ്റെ വലിയ തൈകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വിയറ്റ്നാം സൂപ്പറുകളുടെ വലിയ തൈകൾ ഒരു 6 അടിയൊക്കെ പൊക്കമുള്ള അടുത്ത സീസണിൽ എന്തായാലും കായ്ക്കുന്ന വെറൈറ്റി എത്തിയിട്ടുണ്ട്. അതുപോലെ തായ്ലാൻഡ് റെഡ് ജാക്കിൻ്റെ നല്ല ബുഷിയായിട്ടാണ് തായ്ലാൻഡ് റെഡ് ജാക്ക് ദാങ്സൂരയുടെ തൈകൾ വളരുക. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള തൈകളാണ് ദാങ്സൂരയുടെ. അപ്പോൾ പ്ലാൻസിനായിട്ട് മറക്കാതെ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണം. ഇന്ത്യൻ കിസാൻ മാർട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നഴ്സറി വരുന്നത്.